ഹായ് മക്കളെ, കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ എന്ന ചാപ്റ്റർ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്കിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓരോ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് അവിടെ എക്സ്ട്രാ എന്താണ് പറയേണ്ടത് എന്നുള്ളത് ഞാൻ കൃത്യമായി അതിൻ്റെ അനുബന്ധമായി പറയേണ്ടതും ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റായി പഠിച്ചു വെക്കേണ്ട രണ്ട് കാര്യം, ഒന്ന് VSEPR തിയറിയും മറ്റൊന്ന് മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയുമാണെന്ന് നിങ്ങൾക്കറിയാം. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡഡ് ആണ്. അത് വേണ്ടവർക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാനത് കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും VSEPR തിയറിയും മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയും ഞാനിവിടെ എഴുതുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാവണില്ല, നിങ്ങൾക്ക് ആ തിയറി വേണ്ട പോലെ അറിയില്ല എങ്കിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് ആദ്യം ആ വീഡിയോ ക്ലാസ് പോയി കണ്ടതിന് ശേഷം തിരിച്ചു വന്നാൽ അടിപൊളിയായിരിക്കും. കൂട്ടത്തിൽ ഈ ചാപ്റ്റേഴ്സിൻ്റെ ഇപ്പം ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ നോട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആവണമെങ്കിൽ CM അക്കാഡമിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആ ആപ്പിൽ ഫ്രീ മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഭാഗത്ത് അതിൻ്റെ നോട്ട്സ് അവൈലബിൾ ആണെന്ന് നിങ്ങൾക്കറിയാം. ഐഫോൺ ഉപയോഗിക്കുന്നവരാണെങ്കിൽ മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ആപ്പാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അവിടെ ഈ ORG കോഡാണ് അടിച്ചു കൊടുക്കേണ്ടത്. ദെൻ നിങ്ങൾക്ക് CM അക്കാഡമിയുടെ ആപ്പിൽ നിന്ന് ഫ്രീ മെറ്റീരിയൽസ് അവൈലബിൾ ആകും. +1 ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്നത്. +2 എത്തുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഒരു വർഷത്തെ കംപ്ലീറ്റ് CM അക്കാഡമിയുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള റിസൾട്ടിൽ നിങ്ങൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. 1200 കുട്ടികൾ മാത്രം പഠിച്ചതിൽ നിന്ന് 770ഓളം ഫുൾ മാർക്കുകൾ CM അക്കാഡമിക്ക്, ഫുൾ A+കൾ CM അക്കാഡമിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അടിപൊളി ഗ്ലാമറസ് റിസൾട്ട്, തല ഉയർത്തി നടക്കാനുള്ള റിസൾട്ട് നിനക്ക് വേണമെങ്കിൽ, ഇനിയും +1 പറ്റിയ അബദ്ധങ്ങളൊന്നും പറ്റാതിരിക്കണമെങ്കിൽ വെറും 399 രൂപക്ക് CM അക്കാഡമിയുടെ ഓൺലൈൻ +2 ട്യൂഷനിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഈ നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. വാട്ടർ ഈസ് ലിക്വിഡ് വൈൽ H2S ഈസ് എ ഗ്യാസ്. ഇതെപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. സജസ്റ്റ് ദി റീസൺ ഫോർ ദി എബോവ് ഫാക്ട്. ഈ ക്വസ്റ്റ്യനും വരാം. ഞാൻ 2 ക്വസ്റ്റ്യൻ ചാൻസ് ഉള്ളത് ഇവിടെ എഴുതാം. H2O H2S, അതുപോലെ HF HCl. ഇയാൾ ലിക്വിഡാണ്, ഇയാൾ ഗ്യാസാണ്, ഇയാൾ ലിക്വിഡാണ്, ഇയാൾ ഗ്യാസാണ്. ഇത് രണ്ട് ക്വസ്റ്റ്യനാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഈ ലിക്വിഡായിട്ട് നിൽക്കുന്ന 2 പേർക്കും ഹൈഡ്രജൻ ബോണ്ടിങ് കാണിക്കാൻ പറ്റുന്നത് കൊണ്ട് എന്നാണ് അതിന് ആൻസർ. അപ്പോൾ വെള്ളത്തിനും ഹൈഡ്രജൻ ബോണ്ടിങ് കാണിക്കാൻ പറ്റും, HFനും ഹൈഡ്രജൻ ബോണ്ടിങ് കാണിക്കാൻ പറ്റും, H2Sനും HClനും ഹൈഡ്രജൻ ബോണ്ടിങ് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവർ ഗ്യാസായിട്ടും ഇവർ ലിക്വിഡായിട്ടും എക്സിസ്റ്റ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ റീസൺ. എക്സ്പ്ലെയിൻ ദി ഫിനോമിനൻ. ആ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന ഫിനോമിനനെ എക്സ്പ്ലെയിൻ ചെയ്യുക. എന്താണ് ഹൈഡ്രജൻ ബോണ്ടിങ്? ഇറ്റ് ഈസ് ദി അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ഹൈഡ്രജൻ ആൻഡ് മോർ ഇലക്ട്രോനെഗറ്റീവ് ആറ്റംസ് ലൈക്ക് നൈട്രജൻ, ഓക്സിജൻ ഓർ ഫ്ലൂറിൻ. ഹൈഡ്രജനും നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ പോലെയുള്ള നല്ല ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റവും തമ്മിലുള്ള ആ അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പേര് വിളിക്കുക. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞ സ്ഥിതിക്ക് ആ ഹൈഡ്രജൻ ബോണ്ടിങ് 2 വിധമുണ്ട് എന്നുകൂടി അവിടെ നിങ്ങൾക്ക് ചേർക്കാം. ഒന്ന് ഇൻ്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്, മറ്റൊന്ന് ഇൻട്രാ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇൻ്റർ മോളിക്കുലാർ എന്ന് പറഞ്ഞാൽ 2 മോളിക്യൂളുകൾക്കിടയിൽ. അപ്പോൾ അവിടെ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ H2O പറയാം, HF പറയാം, ഇപ്പോൾ പറഞ്ഞ ആൾക്കാരൊക്കെ പറയാം. ഇൻട്രാ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിന് ഒരേ ഒരു എക്സാമ്പിളേ നിങ്ങൾ പഠിക്കാനുള്ളൂ, ഓർത്തോ നൈട്രോഫിനോൾ. അപ്പോൾ ഓർത്തോ നൈട്രോഫിനോൾ ആ ക്വസ്റ്റ്യൻ ഇനിയും വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. ഓർത്തോ നൈട്രോഫിനോളിന് ഇൻട്രാ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് കാണിക്കാൻ പറ്റും. പാരാ നൈട്രോഫിനോൾ ആണെങ്കിൽ ഇൻ്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുമോനെ. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ബോൺ പെയർ ഇലക്ട്രോൺസ് ആൻഡ് ലോൺ പെയർ ഇലക്ട്രോൺ? എന്താണ് ബോൺ പെയർ ഇലക്ട്രോൺ, ലോൺ പെയർ ഇലക്ട്രോൺ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്? ബോൺ പെയർ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ആണ്. ലോൺ പെയർ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ഇലക്ട്രോൺസ് ആണ്. ഈ 2 പേരും ഒരു ആറ്റത്തിൻ്റെ വാലൻസ് ഇലക്ട്രോൺസിൻ്റെ ഭാഗമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞേ, എ എന്ന് പറയുന്ന ആറ്റത്തിൻ്റെ വാലൻസ് ഇലക്ട്രോൺസിൻ്റെ 2 ടൈപ്പാണ് ബോണ്ട് പെയറും ലോൺ പെയറും. ബോണ്ട് പെയർ വാക്കിലുണ്ട് കാര്യം, ബോണ്ടിങ്ങിൽ ഷെയർ ചെയ്ത ഇലക്ട്രോൺസ്. ലോൺ പെയർ എന്ന് പറഞ്ഞാൽ നോൺ ഷെയർഡ്, അൺഷെയർഡ് ഇലക്ട്രോൺസ് ആണ് ലോൺ പെയർ ഇലക്ട്രോൺസ്. എക്സ്പ്ലെയിൻ ദി ബോണ്ട് പെയർ ഇലക്ട്രോൺസ് ആൻഡ് ലോൺ പെയർ ഇലക്ട്രോൺസ് ഇൻ H2O ആൻഡ് NH3 മോളിക്യൂൾ വിത്ത് സ്യൂട്ടബിൾ ഡ്രോയിങ്സ്. H2Oയുടെയും NH3യുടെയും ചിത്രം വരച്ചിട്ട് അതിലുള്ള ബോണ്ട് പെയർ ആൻഡ് ലോൺ പെയർ ഇലക്ട്രോണുകളെ റെപ്രസെൻറ്റ് ചെയ്യുക. മോനെ, H2Oയിൽ ഓക്സിജൻ അല്ലേടാ സെൻട്രൽ ആറ്റം. ഓക്സിജന് 6 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. 1 2 3 4 5 6 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്. ഇതിൻ്റെ കൂടെ ഹൈഡ്രജൻ ആണുള്ളത്. ഹൈഡ്രജന് 1 ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഓക്സിജനും ഹൈഡ്രജനും തമ്മിൽ ഇനി ബോണ്ട് ഉണ്ടാക്കുമ്പോൾ
ഒരു ഇലക്ട്രോണിനെ വെച്ച് അവർ ഇങ്ങോട്ട് ഷെയർ ചെയ്യും, ഒരു ഇലക്ട്രോണിനെ അയാൾ ഇങ്ങോട്ടും ഷെയർ ചെയ്യും. സോ ടോട്ടൽ ഇവിടെ എത്ര ബോണ്ട് പെയർ ഉണ്ട് എന്ന് ചോദിച്ചാൽ 2 ബോണ്ട് പെയർ, ഇത് ബോണ്ട് പെയർ, ഇത് ബോണ്ട് പെയർ, ബോണ്ടിങ്ങിൽ പങ്കെടുത്ത പെയർ ഓഫ് ഇലക്ട്രോൺസ്. ലോൺ പെയർ എത്ര ഉണ്ട്? ഇതാ ഈ ഓക്സിജനിൽ ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്ത 2 പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. സോ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ 2. ലോൺ പെയർ ഇലക്ട്രോൺ എത്ര ഉണ്ട് എന്ന് വെച്ചാൽ 4 എന്നാ പറയാം. ലോൺ പെയർ എത്ര ഉണ്ട് എന്ന് വെച്ചാൽ 2. കളി മനസ്സിലായില്ലേ? പെയർ എന്ന് പറഞ്ഞാൽ 2 എണ്ണത്തിന് ഒരുമിച്ചാണല്ലോ പറയാം. ലോൺ പെയർ ഇലക്ട്രോൺസ് എത്ര എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ ഇവിടെ ബോണ്ട് പെയർ ഇലക്ട്രോൺസ് ആൻഡ് ലോൺ പെയർ ഇലക്ട്രോൺസ് എടുത്ത് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 × 2 4 ബോണ്ട് പെയർ ഇലക്ട്രോൺ ഉണ്ട്, 2 × 2 4 ലോൺ പെയർ ഇലക്ട്രോൺസും ഉണ്ട്. ക്ലിയർ അല്ലേ? ഇലക്ട്രോൺ എന്നാണ് പറഞ്ഞത്. എന്ന പോലെ NH3 എടുത്ത് നോക്കിയാൽ മോനെ നൈട്രജനും ഉണ്ട്, സറൗണ്ടിങ്ങിൽ 3 ഹൈഡ്രജനും ഉണ്ട്. അപ്പോൾ ഓരോ ഹൈഡ്രജനും ഓരോ ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടാകും. സോ നൈട്രജൻ ഓരോ ഇലക്ട്രോണുകളെ ഈ ഹൈഡ്രജനിലേക്ക് കൊടുത്തിട്ടുണ്ടാകും. നൈട്രജൻ്റെ വാലൻസ് ഇലക്ട്രോൺ എത്രയാണടാ? 5 അല്ലേടാ? ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ 5-ാമനാണല്ലോ. അപ്പോൾ 3 എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 2 എണ്ണമാണ് നൈട്രജൻ്റെ കയ്യിലുണ്ടാവുക. അത് ലോൺ പെയർ ആയിട്ട് കിടക്കും. സോ ഇവിടെ എത്ര ബോണ്ട് പെയർ ഉണ്ട്? ബോണ്ട് പെയർ 3 എണ്ണമാണ്. ബോണ്ട് പെയർ ഇലക്ട്രോൺ എത്ര ഉണ്ട് എന്ന് വെച്ചാൽ 6 എണ്ണം ഉണ്ടാവും. ഓരോ പെയറിലും 2 വീതം ഇലക്ട്രോൺ. ലോൺ പെയർ എത്ര ഉണ്ട് എന്ന് വെച്ചാൽ 1 ആണ്. ലോൺ പെയർ ഇലക്ട്രോൺസ് എത്ര ഉണ്ട് എന്ന് വെച്ചാൽ അതിൻ്റെ ഡബിൾ ഉണ്ടാവും. ക്ലിയർ അല്ലേ മോനെ? ദി സ്റ്റെബിലിറ്റി ആൻഡ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് എ മോളിക്യൂൾ ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് യൂസിങ് ദി മോളിക്കുലാർ ഓർബിറ്റൽ തിയറി. എന്തോ ആയിക്കോട്ടെ, ആ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ. ഡിഫൈൻ ബോണ്ട് ഓർഡർ അക്കോർഡിംഗ് ടു മോളിക്കുലാർ ഓർബിറ്റൽ തിയറി. എടാ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി പ്രകാരമുള്ള ബോണ്ട് ഓർഡർ, ഞാൻ വീണ്ടും പറയാം, മോളിക്കുലാർ ഓർബിറ്റൽ തിയറി കൃത്യമായി നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങൾ അതിൻ്റെ ക്ലാസ് ഒന്ന് പോയി കാണ്. വളരെ ചെറിയ ഡ്യൂറേഷനിൽ നിങ്ങൾക്കത് കണ്ട് തീർക്കാൻ പറ്റും. വെറുതെ സമയം കളയണ്ട, അത് കണ്ടിട്ട് തിരിച്ചു വരും. ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു ½ × NBMO - NABMO എന്നാണ് ഇക്വേഷൻ. അപ്പോൾ എങ്ങനെയാടാ ഇതാണ് ഇക്വേഷൻ. ഇനി അതിനെ ഡെഫിനിഷൻ ആക്കാനാണെങ്കിൽ ഇതെന്നെ പറഞ്ഞാൽ മതി. അതിനൊന്ന് സ്റ്റേറ്റ്മെൻ്റ് ആക്കണം. ഇറ്റ് ഈസ് ദി ബോണ്ട് ഓർഡർ ഈസ് കൺസിഡേർഡ് ആസ് ദി half of difference between number of electrons in bonding molecular orbital and anti-bonding molecular orbital. ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണത്തിൻ്റെയും ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ഇലക്ട്രോണുകളുടെ എണ്ണത്തിൻ്റെയും ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗമായി അതിൻ്റെ പകുതിയെയാണ് ബോണ്ട് ഓർഡർ എന്ന് പേര് വിളിക്കുക. അപ്പോൾ ഡെഫിനിഷൻ എങ്ങനെ ഒന്നുകൂടെ പറഞ്ഞു വയ്ക്കുക? ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദി half of difference of electrons in bonding molecular orbital and anti-bonding molecular orbital. Draw energy level diagram for the formation of oxygen molecule. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വരച്ചുതരാം. കാൽക്കുലേറ്റ് ദി ബോണ്ട് ഓർഡർ ആൻഡ് പ്രെഡിക്റ്റ് ദി മാഗ്നറ്റിക് ക്യാരക്ടർ ഓഫ് ഓക്സിജൻ മോളിക്യൂൾ. എല്ലാം ഞാനിവിടെ ഒരുമിച്ചാണ് ചെയ്യാൻ, ബിയും സിയും ഒരുമിച്ച് ചെയ്യാം. അപ്പോൾ ഓക്സിജൻ O2 എന്ന് പറയുന്ന ഒരു മോളിക്യൂളാണ് മോനെ. ഒരു ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ 8 ആണ്. വിച്ച് മീൻസ് ഒരു ഓക്സിജനിൽ 8 ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പോൾ 2 ഓക്സിജൻ ആണെങ്കിലോ 16 ഇലക്ട്രോണുകൾ ഉണ്ടാവും. ഈ 16 ഇലക്ട്രോണുകളെ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി പ്രകാരം ഞാൻ അറേഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്കറിയാം എബവ് നൈട്രജനും അപ് ടു നൈട്രജനും ഡിഫറെൻറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണല്ലോ. ഇത് എബവ് നൈട്രജൻ ആണ്. സോ σ1s σ*1s, σ2s σ*2s, σ2pz ഇങ്ങനെയാണ് അടുത്ത ആൾ വരിക, എബവ് നൈട്രജൻ ആയതുകൊണ്ട്. അത് കഴിഞ്ഞിട്ടാണ് π2px, π2py, π*2px, π*2py ഒക്കെ വരിക. ഏറ്റവും ലാസ്റ്റ് ആണ് σ*2pz വരിക. ഓക്കെ, ഇനി ഇതിൽ 16 ഇലക്ട്രോണുകളെ കൊള്ളിക്കണം. എല്ലാത്തിലും 2 എണ്ണം വീതം. 2, 4, 6, 8, 10, 12, 14 ഇനി 2 എണ്ണേ ബാക്കിയുള്ളൂ. എടാ മോനെ, ആ 2 എണ്ണം ഇവർ 2 പേരും ഒരേ എനർജി ലെവലിലുള്ള ആൾക്കാരായതുകൊണ്ട് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. സോ ഇവിടെ വെച്ച് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കഴിഞ്ഞു. നമുക്ക് അവരുടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റിൽ കാണാം. ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ സ്റ്റാർ ഇല്ലാത്തത്. ഇവിടെ 2, 4, 6, 8, 10 ഇലക്ട്രോൺ. നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ വിൽ ബി 6 ഇലക്ട്രോൺ. ടോട്ടൽ 16 ആണല്ലോ. ഇനി എണ്ണി നോക്കണമെങ്കിൽ എണ്ണി നോക്കും ചെയ്യാം. സ്റ്റാർ ഉള്ള ആൾക്കാർ 2, 4, 5, 6. ഇനി ബോണ്ട് ഓർഡറിൻ്റെ ഇക്വേഷനിലേക്ക് കൊടുത്തു വാങ്ങ്. ഈസ് ഈക്വൽ ടു ½ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിലുള്ള ഇലക്ട്രോണുകൾ 10 മൈനസ് ആൻറ്റി ബോണ്ടിങ്ങിലുള്ളത് 6. 10ൽ നിന്ന് 6 പോയാൽ 4ൻ്റെ പകുതി 2. ബോണ്ട് ഓർഡർ 2 ആണ് എന്ന് പറഞ്ഞാൽ ഓരോ ഓക്സിജനും മറ്റൊരു ഓക്സിജനും ഇടയിൽ 2 ബോണ്ട് ഉണ്ട് എന്നാണ് അതിനർത്ഥം. ക്ലിയർ അല്ലേ മോനെ? നോക്കടാ,
ഇതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി പറയണം. അൺപെയ്ഡ് ഇലക്ട്രോൺ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇങ്ങനെ പോയി നോക്കിയപ്പോൾ ഇവിടെ 2 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. സോ ദിസ് ഈസ് പാരാമാഗ്നറ്റിക്. അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അത് പാരാമാഗ്നറ്റിക് ആയിരിക്കും. നെക്സ്റ്റ് ഇതിൻ്റെ എനർജി പ്രൊഫൈൽ ഡയഗ്രമാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നത് അല്ലേ. ഇപ്പം ഞാൻ പറഞ്ഞ 2 കാര്യങ്ങളും സി ആൻസറാണ്. ഇനി ബിയുടെ ആൻസറാണ് എനർജി പ്രൊഫൈൽ ഡയഗ്രാം വരയ്ക്കാൻ. എനർജി പ്രൊഫൈൽ ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മസ്റ്റായിട്ടും ആദ്യം തന്നെ വേണം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെയ്തത്. സോ നിങ്ങൾ എനർജിയുടെ ഒരു ഗ്രാഫ് വരയ്ക്കുക. ഇവിടെ എനർജിയുടെ ഒരു ആക്സിസ് വരയ്ക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഈ കാണുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലെ എല്ലാ ഓർബിറ്റിലും താഴെ നിന്ന് മുകളിലേക്ക് അറേഞ്ച് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ഓർബിറ്റിൽ ആരാ? സിഗ്മ 1s. അപ്പോൾ ഞാനൊരു ബോക്സ് വരച്ചു. ഇയാളാണ് സിഗ്മ 1s. അടുത്ത ആളാരാ? സിഗ്മ സ്റ്റാർ 1s. ഇതാണ് സിഗ്മ സ്റ്റാർ 1s. അടുത്ത ആരാ? സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s, സിഗ്മ 2pz. അടുത്തതാരാ? പൈ 2pxും പൈ 2pyയും ഒരുമിച്ച് വരക്കണം. സോ പൈ 2px പൈ 2py വരച്ചു. പൈ സ്റ്റാർ 2pxും പൈ സ്റ്റാർ 2pyയും വരച്ചു. ലാസ്റ്റ് സിഗ്മ സ്റ്റാർ 2pzഉം വരച്ചു. ഓക്കെ, ഇനി അതിലുള്ള ഇലക്ട്രോൺസ് കൊടുക്കുക. ഇവിടെ 2, ഇവിടെ 2, ഇവിടെയൊക്കെ 2, അവസാനത്തെ 2 മാത്രം ഓരോന്ന്. ഇവിടെ 1, ഇവിടെ 1, ബാക്കി എല്ലാത്തിലും 2 വീതം ഇലക്ട്രോൺസ് കൊടുക്കുക. ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2. പേരും കൂടി എഴുതി വെച്ചാൽ ഇത് സിഗ്മ 1s, ഇത് സിഗ്മ സ്റ്റാർ 1s, ഇത് സിഗ്മ 2s, ഇത് സിഗ്മ സ്റ്റാർ 2s, ഇത് സിഗ്മ 2pz, ഇത് പൈ 2px, പൈ 2py. ഇങ്ങനല്ലേടാ? ഇത് പൈ സ്റ്റാർ 2pxും പൈ സ്റ്റാർ 2pyയും. ഇതാരാ? സിഗ്മ സ്റ്റാർ 2pz. കഴിഞ്ഞിട്ടില്ല. ഇതാണ് ഇപ്പോൾ മോളിക്യൂളിൻ്റെ ഓർബിറ്റൽ. ഇതൊക്കെ എങ്ങനെ ഉണ്ടായത്? അറ്റോമിക് ഓർബിറ്റൽ കൂടി ചേർന്നല്ലേടാ മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടാവുക. അപ്പോൾ സിഗ്മ 1sഉം സിഗ്മ സ്റ്റാർ 1sഉം 2 1sകൾ കൂടി ചേർന്നാണ് ഉണ്ടായത്. ഓക്കെ, ഇതൊരു 1s, ഇതൊരു 1s. സിഗ്മ 2sഉം സിഗ്മ സ്റ്റാർ 2sഉം 2 2sകൾ കൂടി ചേർന്നാണ് ഉണ്ടാവുക. ഈ ടോപ്പിക് അറിയാത്തവൻ ഇതൊരു കാഴ്ച മാത്രമായിരിക്കും. വീണ്ടും പറയാണ് മോനെ, ആരെങ്കിലും അത് കാണാൻ മടിച്ചിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ തോറ്റുപോടാ. സിഗ്മ 2pz, പൈ 2px, പൈ 2py, സിഗ്മ സ്റ്റാർ 2px, പൈ സ്റ്റാർ 2px, പൈ സ്റ്റാർ 2py, സിഗ്മ സ്റ്റാർ 2pz. ഈ കാണുന്ന എല്ലാവരും കൂടി ഉണ്ടായത് 2 p ഓർബിറ്റൽ കൂടിയിട്ടാണ്. സോ ഇവിടെ ഒരു 2p വരച്ചു, ഇവിടെയും ഒരു 2p വരച്ചു. ഇവർ 2 പേരും കൂടിയിട്ടാണ് ഇതൊക്കെ ഉണ്ടായത്. അപ്പോൾ എങ്ങനെ കാണിക്കുക? ഇതിങ്ങനെ കുറച്ചുകൂടെ ഒക്കെ വൃത്തിയിൽ നിങ്ങൾക്കും വരക്കട്ടാ. ഇനി അതിലൊക്കെ ഇലക്ട്രോൺ ഫില്ല് ചെയ്യണം. ഇവിടെ ടോട്ടൽ എത്ര ആളാ? 4. ആ 4 ഇലക്ട്രോൺ ഈക്വൽ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 4. അപ്പോൾ ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2, 4, 6, 8 ഇലക്ട്രോൺ അല്ലേ ഉള്ളത്. അപ്പോൾ ഇവിടെ 4, അവിടെ 4, 1, 2, 3, 4 ഇങ്ങനെയല്ലേ കൊടുക്കുക. ഇവിടെ 1, 2, 3, 4 ആർക്കും കംപ്ലൈൻറ്റ് ഇല്ലാത്ത വിധം വരച്ചു കഴിഞ്ഞാൽ ഇതാണ് ഓക്സിജൻ്റെ എനർജി പ്രൊഫൈൽ ഡയഗ്രാം. കൃത്യമായി ഞാൻ അതിൽ പഠിപ്പിക്കുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തത്. VSEPR തിയറിയുടെ പോസ്റ്റുലേറ്റ്സ് ഞാൻ എഴുതുന്നില്ല, പറഞ്ഞുതരാം. നിങ്ങൾ പഠിച്ചവരാണെങ്കിൽ സ്കിപ്പ് ചെയ്തേക്കുക, പഠിക്കാത്തവരാണെങ്കിൽ എഴുതിയെടുക്കുക. എന്താണ് VSEPR തിയറിക്ക് 4 പോസ്റ്റുലേറ്റ് ഉണ്ട്. 1, ഒരു ആറ്റത്തിന് ചുറ്റും ലോൺ പെയർ ഇലക്ട്രോണും ഉണ്ട്, ബോണ്ട് പെയർ ഇലക്ട്രോണും ഉണ്ട്. 2, എല്ലാ ഇലക്ട്രോൺ പെയറുകളും അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പൾഷൻ നടത്തുന്നു. ഇലക്ട്രോൺ പെയറുകൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പൾഷനാണ് ഉണ്ടാവുക. 3, ആ റിപ്പൾഷൻ്റെ സ്ട്രെങ്ത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ലോൺ പെയർ ഗ്രേറ്റർ ദാൻ ലോൺ പെയർ ബോണ്ട് പെയർ, ദെൻ ബോണ്ട് പെയർ. ഇങ്ങനെയാണ് ഇലക്ട്രോൺ പെയറുകളുടെ റിപ്പൾഷൻ്റെ ഓർഡർ. ഒരു ലോൺ പെയറും മറ്റൊരു ലോൺ പെയറും തമ്മിലുള്ള റിപ്പൾഷൻ ഏറ്റവും കൂടുതലാണ്. ആൻഡ് 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഈ റിപ്പൾഷൻ ഫോഴ്സുകളുടെ റിസൾട്ടൻ്റ് ആണ് ഒരു മോളിക്യൂളിൻ്റെ ജോമെട്രി തീരുമാനിക്കുന്നത്. ജോമെട്രി ഓഫ് എ മോളിക്യൂൾ ഈസ് ഡിറ്റർമിൻഡ് ബൈ റിസൾട്ടൻ്റ് ഓഫ് ഓൾ റിപ്പൾസീവ് ഫോഴ്സസ്. ആ മെയിൻ പോസ്റ്റുലേറ്റ് എഴുതിയ 3 മാർക്ക് കൊട്ടയിൽ വീഴും. കുഞ്ഞെ അടുത്തതൊന്ന് നോക്കിക്കേടാ. എക്സ്പ്ലെയിൻ ദി ഫോർമേഷൻ ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾ ഓൺ ദി ബേസിസ് ഓഫ് വാലൻസ് ബോണ്ട് തിയറി. ഹൈഡ്രജൻ മോളിക്യൂൾ എന്ന് എടുത്തു പറയാം, അല്ലെങ്കിൽ ഒരു ഡയറ്റോമിക് മോളിക്യൂൾ എന്ന് എന്ത് വേണമെങ്കിലും പറയാം. വാലൻസ് ബോണ്ട് തിയറിയിൽ ഒരൊറ്റ ഗ്രാഫേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഇതാണ് ആ ഗ്രാഫ്. ഇങ്ങനെയാണ് ഒരു ഗ്രാഫ്. ഇവിടെ എനർജി എന്നാണ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഡിസ്റ്റൻസ് എന്നാണ് മാർക്ക് ചെയ്യേണ്ടത്. എന്നിട്ടൊരു ഗ്രാഫ് എങ്ങനെയാണ് വരക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. ഇങ്ങനെ ഒരു ഗ്രാഫ്. ഈ ഗ്രാഫിൻ്റെ അർത്ഥങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചാൽ നമുക്കൊരു രാത്രി പകലാക്കിയിരുന്ന് സംസാരിക്കാനുണ്ടാകും. പക്ഷേ നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. വാലൻസ് ബോണ്ട് തിയറിയുടെ ഗ്രാഫ് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചോദിച്ചാലും വാലൻസ് ബോണ്ട് തിയറിയാണോ, ഈ ഗ്രാഫ് മസ്റ്റാണ്. ഇതിൽ ഏറ്റവും താഴെ കിടക്കുന്ന ഈ പോയിന്റ് ഇല്ലേടാ, ഈ താഴെ കിടക്കുന്ന പോയിന്റിനെ നിങ്ങൾ
ബോണ്ട് ലെങ്ത് എന്ന് മാർക്ക് ചെയ്യണം. ബോണ്ട് ലെങ്ത് എന്ന് മാർക്ക് ചെയ്യണം. എന്നിട്ട് അവിടെ 2 ഹൈഡ്രജൻ ആറ്റം ഇങ്ങനെ നിൽക്കുന്നതും കാണിക്കണം. ഓക്കെ. ഇനി ഇങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് ഈ 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുകയാണല്ലോ ചെയ്യുക. അപ്പോൾ ഈ ഭാഗത്ത് പോയിട്ട് 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ ഇങ്ങനെ കുറച്ച് അകലെ നിൽക്കുന്നത് കാണിക്കണം. കുറച്ച് ഇങ്ങോട്ട് വരുന്നതിനനുസരിച്ച് അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് കുറയാണല്ലോ ചെയ്യണം ഗ്രാഫ് ഇങ്ങനെ വരുമ്പോൾ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വന്നിട്ട് 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ കുറച്ചുകൂടെ ക്ലോസ് ആക്കിയിട്ടും വരയ്ക്കണം. കഴിഞ്ഞു. ഇനി ഇതിനൊക്കെ ഹൈഡ്രജൻ എന്നൊക്കെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതും ഹൈഡ്രജൻ. കഴിഞ്ഞോടാ. ഇത്രയേ ഉള്ളൂ വാലൻസ് ബോണ്ട് തിയറിയുടെ ഗ്രാഫ്. അർത്ഥങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയവന് സിമ്പിളായിട്ട് പറ്റും, അല്ലാത്തവന് കിട്ടണമല്ലോ അപ്പോൾ അതിന് പഠിച്ചു വെച്ചു. യൂസിങ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി എക്സ്പ്ലെയിൻ വൈ Ne2 മോളിക്യൂൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. Ne2 മോളിക്യൂൾ ഉണ്ടാവില്ല. എന്തുകൊണ്ട്? അതിൻ്റെ കാരണം അത്രയേ ഉള്ളൂ. നിങ്ങൾ നിയോൺ ആണല്ലോ, നിയോണിൻ്റെ ടോട്ടൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം 20 എന്ന് വരും. അപ്പോൾ 3 ആളുകളാണ് അവിടെ ഇല്ലാത്തത്. ഒന്ന് He2, പിന്നൊന്ന് Be2, പിന്നൊന്ന് Ne2. ഓക്കെ. ഈ 3 മോളിക്യൂളുകളും ഇല്ല. എന്താ കാരണം? നോക്കിക്കോടാ. നിയോൺ ആവുമ്പോൾ σ1s2 σ*1s2 σ2s2 σ*2s2 σ2pz2 π2px2 is equal to π2py2 π*2px equal to π*2py രണ്ടിലും 2 ഫൈനലി σ*2pz2. ഇപ്പോഴാണ് 20 കംപ്ലീറ്റ് ആയത്. ഇനി നിങ്ങളിങ്ങനെ സ്റ്റാർ ഉള്ളത് എണ്ണി നോക്കിയാൽ 10 എന്ന് കിട്ടും, സ്റ്റാർ ഇല്ലാത്തത് എണ്ണി നോക്കിയാലും 10 എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ ബോണ്ട് ഓർഡർ കാണുക 12 × 10 - 10 എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ ഒരു നിയോണിനും മറ്റൊരു നിയോണിനും ഇടയിലുള്ള ബോണ്ടിൻ്റെ എണ്ണം 0 ആണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ റീസൺ എന്താ? ദി ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബോണ്ട് ഓർഡർ 0 വരുന്നു എന്നതാണ്. കാൽക്കുലേറ്റ് ദി ബോണ്ട് ഓർഡർ ഓഫ് ഡൈനൈട്രജൻ. നൈട്രജൻ്റെ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുക. 2 നൈട്രജനിൽ 14 ഇലക്ട്രോൺ ഉണ്ടാവും. σ1s2 σ*1s2 σ2s2 σ*2s2 π2px2 is equal to π2py2. അതെന്താ അപ്പം മാറിയത്? ഇപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞ നോക്കെ അബവ് നൈട്രജൻ ആയിരുന്നു, ഇത് നൈട്രജൻ ആണ്. അപ് ടു നൈട്രജന് ചെറിയൊരു വ്യത്യാസം ഉണ്ട്, നിങ്ങൾക്കറിയാലോ. σ2pz ഇവിടെയാണ് വരുന്നത്. സോ ആദ്യം π2px is equal to π2py2 വരും, എന്നിട്ട് σ2pz2 വരും. കൂട്ടി നോക്കിയാൽ 2, 4, 6, 8, 10, 12, 14 കറക്റ്റാ. ബോണ്ട് ഓർഡർ എടുത്ത് നോക്കടാ. സ്റ്റാർ ഉള്ള ഹാഫ് ഇൻറ്റു സ്റ്റാർ ഇല്ലാത്തതിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം 2, 4, 6, 8, 10 മൈനസ് സ്റ്റാർ ഉള്ളതിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം 4. 10 നിന്ന് 4 പോയാൽ 6, 6ൻ്റെ പകുതി 3. സോ ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു 3 എന്നാണ് വരിക. ക്ലിയർ അല്ലേ മോനെ? ഹൈഡ്രജൻ ബോണ്ടിങ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ in the physical properties of substance. Compare the boiling point of orthonitrophenol and paranitrophenol. ഞാൻ നേരത്തെ പറഞ്ഞു അത്. എടാ, ഓർത്തോനൈട്രോഫിനോളിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. OH, ഇവിടെ NO2. പാരാനൈട്രോഫിനോളിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഇവിടെ OH, പാരയിൽ NO2. ഇവിടെ ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. എവിടെ? ഓർത്തോയിൽ. പാരയിൽ ഇൻ്റർമോളിക്കുലാറാണ്. കാരണം ഇയാളും തമ്മിൽ ബോണ്ട് ഉണ്ടാവില്ല. സോ ഇയാൾക്ക് മറ്റൊരു മോളിക്യൂളുമായിട്ട് ഇൻ്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് നടക്കുക. ഇൻ്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളിടത്ത് ബോയിലിംഗ് പോയിന്റ് കൂടും. അപ്പോൾ ഇയാൾക്ക് ഇൻ്റർമോളിക്കുലാർ ആയതുകൊണ്ട് ഇയാൾക്ക് ഹൈ ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും. ഇയാൾക്ക് ഇൻട്രാമോളിക്കുലാർ ആയതുകൊണ്ട് ഇയാൾക്ക് ലോ ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും. ഓർത്ത് വെക്കുക. ഇൻ്റർമോളിക്കുലാർ ഉള്ളിടത്ത് ബോയിലിംഗ് പോയിന്റ് കൂടും, ഇൻട്രാമോളിക്കുലാർ ആകുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറയും. ഇവിടെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട മറ്റൊരു ക്വസ്റ്റ്യൻ ഈ ഓർത്തോനൈട്രോഫിനോളും പാരാനൈട്രോഫിനോളും എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം എന്നതാണ്. ആ മെത്തേഡിൻ്റെ പേരാണ്, പഠിച്ചു വെച്ചോ, സ്റ്റീം ഡിസ്റ്റിലേഷൻ. എന്താണ് മോനെ? സ്റ്റീം ഡിസ്റ്റിലേഷൻ എന്നാണ് പേര്. ഓർത്തോനൈട്രോഫിനോള് സ്റ്റീം വോളട്ടൈലാണ് എന്ന് പറഞ്ഞാൽ സ്റ്റീം വന്ന് വിളിച്ചാൽ അവൻ്റെ കൂടെ പോകും. കാരണം എന്താ? ബോയിലിംഗ് പോയിന്റ് വളരെ കുറവാണ്, അവൻ്റെ ഒപ്പം പോയിക്കോളും. മറ്റേ ആൾ കുറച്ചുകൂടെ പിടിച്ചു നിൽക്കും. സ്റ്റീം നോൺ വോളട്ടൈലാണ്. സോ ഇവരെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ സ്റ്റീം പാസ് ചെയ്താൽ മതി. സച്ച് ടൈപ്പ് ഓഫ് സെപ്പറേഷൻ ഈസ് കോൾഡ് സ്റ്റീം ഡിസ്റ്റിലേഷൻ. ഡിസ്ക്രൈബ് ഹൈബ്രിഡൈസേഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് PCl5 മോളിക്യൂൾ. എടാ, PCl5 എന്ന് പറയുന്ന മോളിക്യൂളിൻ്റെ സ്ട്രക്ചറും ഹൈബ്രിഡൈസേഷനും ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ നിങ്ങൾ VSEPR തിയറി അറിയണം. ഞാൻ വീണ്ടും പറയാണ്, VSEPR തിയറി ഡിസ്ക്രിപ്ഷനിലുണ്ട്, കാണാതിരിക്കരുതേ, ഭയങ്കര നഷ്ടം തോന്നും. PCl5 എന്ന് പറയുമ്പോൾ അതിലെ സിഗ്മ ബോണ്ട് പെയറുകളുടെ എണ്ണം 5 എന്ന് വരും. കാരണം അവിടെ സറൗണ്ടിങ് ആറ്റമായിട്ട് 5 ക്ലോറിൻ ഉള്ളത് കൊണ്ട്. ലോൺ പെയറുകളുടെ എണ്ണം 0 എന്നാണ് വരിക. കാരണം ഫോസ്ഫറസിൻ്റെ വാലൻസ് ഇലക്ട്രോൺ 5 ആണ്. അതിൽ 5 ഇലക്ട്രോൺസും ഇവിടെ സിഗ്മ ബോണ്ടിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. സോ ദർ ഇസ് നോ ലോൺ പെയർ.
അപ്പോൾ 5-0 കോമ്പിനേഷൻ വന്നാൽ നിങ്ങൾക്കറിയാം 5-0 എന്ന് കോമ്പിനേഷൻ വന്നാൽ ഹൈബ്രിഡൈസേഷൻ sp3d ആണ്. സ്ട്രക്ചർ ട്രയഗണൽ ബൈ പിരമിഡലാണ്. ട്രയഗണൽ ബൈ പിരമിഡൽ. പൊന്നുമോനെ, ഈ പറയുന്ന സാധനമൊക്കെ എന്തോ സാധനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് VSEPR തിയറി അറിയാത്തതുകൊണ്ടാണ്. ഞാൻ ഈ പറയുന്നതിനേക്കാളും സ്പീഡിൽ അടിപൊളിയായിട്ട് നിനക്കിത് പറയാൻ പറ്റും നീ ആ വീഡിയോ കണ്ടിട്ട് വരികയാണെങ്കിൽ. അപ്പോൾ ട്രയഗണൽ ബൈ പിരമിഡൽ ആകുമ്പോൾ സ്ട്രക്ചർ എങ്ങനെ ഉണ്ടാവുക? ഫോസ്ഫറസ് ദാ 1 2 3 4 5 ഇങ്ങനെയാണ് ട്രയഗണൽ ബൈ പിരമിഡൽ ചിത്രം വരയ്ക്കുക. ഇവിടെ ക്ലോറിൻ, ഇവിടെ ക്ലോറിൻ, ഇവിടെ ക്ലോറിൻ, ഇവിടെയും ക്ലോറിൻ. ട്രയഗണൽ ബൈ പിരമിഡൽ സ്ട്രക്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ജോമെട്രി ഓഫ് PCl5 മോളിക്യൂൾ അക്കൗണ്ട് ഫോർ ഇറ്റ് ഹൈ റിയാക്ടിവിറ്റി. ജോമെട്രി ഞാനിപ്പോൾ പറഞ്ഞല്ലോ. ഫോസ്ഫറസിൻ്റെ 1 2 3 4 5 ബോണ്ട്. ഈ 5 ബോണ്ടുകളിൽ നോക്കടാ, ഈ സെൻറ്ററിൽ കിടക്കുന്ന 3 ബോണ്ടുകളെ നമ്മൾ വിളിക്കുന്ന പേര് ഇക്വറ്റോറിയൽ ബോണ്ട് എന്നാണ്. ഇക്വറ്റോറിയൽ ബോണ്ട്. മുകളിലേക്കും താഴേക്കും കിടക്കുന്ന ബോണ്ടുകളെ നമ്മൾ വിളിക്കുന്ന പേര് ആക്സിയൽ ബോണ്ട് എന്നാണ്. ഈ ആക്സിയൽ ബോണ്ട് വളരെ വീക്കാണ്. ആക്സിയൽ ബോണ്ടിൽ ഭയങ്കര റിപ്പൾഷൻ ഉണ്ടാകും. സോ അത് ഭയങ്കര വീക്ക് ബോണ്ടാണ്. അതുകൊണ്ട് തന്നെ PCl5 എന്ന് പറയുന്ന മോളിക്യൂളിൽ 2 ക്ലോറിൻ എപ്പോഴും ഭയങ്കര വീക്ക് ബോണ്ടായിട്ടാണ് കിടക്കണേ. ആ 2 ക്ലോറിൻ പെട്ടെന്ന് തന്നെ ചെറിയൊരു ഹീറ്റൊക്കെ കിട്ടി ആ 2 ക്ലോറിൻ അവിടുന്ന് എലിമിനേറ്റ് ചെയ്യും. സോ 2 ക്ലോറിൻ പോയി കഴിഞ്ഞാൽ PCl3ഉം Cl2 എന്ന് പറയുന്ന 2 ആളായി മാറാൻ PCl5ന് പെട്ടെന്ന് പറ്റും. അതുകൊണ്ട് നമ്മൾ പറയും PCl5 ഹൈലി റിയാക്റ്റീവ് ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് PCl5 ഭയങ്കര റിയാക്റ്റീവ് ആയത്? ഡ്യൂ ടു ഇറ്റ്സ് സ്ട്രക്ചർ. ഇൻ ദി സ്ട്രക്ചർ ഓഫ് PCl5 there are 3 equatorial bonds and 2 axial bonds. 2 axial bonds are weak. Therefore the chlorine atom at axial bonds പെട്ടെന്ന് തന്നെ ഡീകമ്പോസ് ചെയ്ത് പുറത്തേക്ക് പോകും. റൈറ്റ് ദി മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ ഓഫ് C2 മോളിക്യൂൾ ആൻഡ് കാൽക്കുലേറ്റ് ദി ബോണ്ട് ഓർഡർ റേറ്റ്. ഇനിയിപ്പോൾ അത് ഞാൻ കൂടുതൽ ചെയ്യുന്നില്ല. നൈട്രജനും ഓക്സിജനും നിയോണൊക്കെ നമ്മൾ ചെയ്തു. C2 ആകുന്ന സമയത്ത് അവിടെ 12 ഇലക്ട്രോൺ ഉണ്ടാകും എന്നുള്ളതാണ് വ്യത്യാസം. ചെയ്തു നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. എക്സ്പ്ലെയിൻ ദി കോവാലൻ ക്യാരക്ടർ ഓഫ് ലിഥിയം ക്ലോറൈഡ് യൂസിങ് ഫെജാൻസ് റൂൾ. എടാ, ഫെജാൻസ് റൂൾ പ്രകാരം, ഫെജാൻസ് റൂൾ അറിയാത്തവർക്ക് അതിൻ്റെ ലിങ്കും ഞാൻ തരാം. ചെറുതായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. കോവാലൻ ക്യാരക്ടർ കൂടുതലാവണമെങ്കിൽ എന്ത് ചെയ്യണം? സൈസ് ഓഫ് കാറ്റയോൺ വളരെ ചെറുതായിരിക്കണം. അതുപോലെ കാറ്റയോണിൻ്റെ സൈസ് ഒരുപോലെയാണെങ്കിൽ ആനയോണിൻ്റെ സൈസിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ആനയോണിൻ്റെ സൈസ്. അപ്പോൾ 2 ആളെ തന്നിട്ട് കാറ്റയോണ് ഡിഫറൻ്റ് ആകുന്ന 2 ആളാണെങ്കിൽ ചെറിയ കാറ്റയോൺ എവിടെയാണോ അവിടെ കോവാലൻ ക്യാരക്ടർ കൂടുതലാണ്. ഇനിയിപ്പോൾ കാറ്റയോൺ സെയിം ആണ്, ആനയോണാണ് ഡിഫറൻ്റ് എങ്കിൽ വലിയ ആനയോൺ എവിടെയാണോ അവിടെ കോവാലൻ ക്യാരക്ടർ കൂടുതലാണ്. അപ്പോൾ ലിഥിയം ക്ലോറൈഡ് എടുത്ത് നോക്കിയാൽ ലിഥിയം ക്ലോറിൻ, ഈ ലിഥിയം വളരെ ചെറിയൊരു എലമെൻ്റാണ്. സോ ലിഥിയത്തിൻ്റെ കാറ്റയോണിൻ്റെ സൈസ് വളരെ കുറവായതുകൊണ്ടാണ് ആ ഫെജാൻസ് റൂളിൽ ഇയാൾ മോർ കോവലൻ ക്യാരക്ടർ കാണിക്കുന്നത്. ചെറിയ സൈസ് ആകുമ്പോൾ പോളറൈസേഷൻ പവർ കൂടുതലായിരിക്കും. വലിയ ആനയോൺ ആകുമ്പോൾ പോളറൈസബിലിറ്റി കൂടുതലായിരിക്കും. ഒരു 15 മിനിറ്റ് മാത്രം ഡ്യൂറേഷൻ വരുന്ന ഒരു വീഡിയോ കാണാനുള്ള മനസ്സുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നിനക്കത് കിട്ടും. NH3 NF3യുടെ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡിഫറൻസ് എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്. NH3യുടെ സെയിം സ്ട്രക്ചർ തന്നെയാണ് NF3ക്കും ഉള്ളത്. സോ ഇവിടെ H, ഇവിടെ H, ഇവിടെ H, ഇവിടെ NF3 ആകുമ്പോൾ ഇവിടെ F, ഇവിടെ F, ഇവിടെ F. കൂട്ടത്തിൽ ഇവർക്ക് 2 പേർക്ക് ഓരോ ലോൺ പെയറും ഉണ്ട്. മോനെ, ഇവരുടെ ഡൈപോൾ മൊമെൻറ്റ് നോക്കുമ്പോൾ നൈട്രജൻ ആണോ ഹൈഡ്രജൻ ആണോ മോർ ഇലക്ട്രോനെഗറ്റീവ് നോക്കണം. നൈട്രജനാണ്. സോ ഈ ബോണ്ടുകളിലൊക്കെ നൈട്രജൻ്റെ ഭാഗത്തേക്കായിരിക്കും ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടാവുക, അഥവാ മുകളിലേക്കായിരിക്കും ഉണ്ടാവുക. ലോൺ പെയറിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് പിന്നെ എപ്പോഴും അയാളുടെ ഡയറക്ഷനിൽ തന്നെ ഉണ്ടാവുക. സോ ഡൈപോൾ മൊമെൻറ്റ് ഓഫ് NH ബോണ്ട് ആൻഡ് ഡൈപോൾ മൊമെൻറ്റ് ഓഫ് ലോൺ പെയർ ആർ ഇൻ സെയിം ഡയറക്ഷൻ. അപ്പോൾ 2 വെക്റ്റർ ഒരേ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുമ്പോൾ റിസൾട്ടൻ്റ് ഭയങ്കര കൂടുതലായിരിക്കും. എന്നാൽ NF3ലോ ഫ്ലൂറിൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ്. സോ നൈട്രജനേക്കാളും ഇലക്ട്രോനെഗറ്റീവ് ഫ്ലൂറിൻ ആയതുകൊണ്ട് മൊത്തത്തിൽ താഴേക്കാണ് ഇതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് വലിവ് ഉണ്ടാവുക. അപ്പോൾ ഡൈപോൾ മൊമെൻറ്റ് താഴേക്ക്. പക്ഷേ ലോൺ പെയറിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് അപ്പോഴും മുകളിലേക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 2 വെക്റ്റർ ആക്ട് ചെയ്താൽ നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് അവിടെ കുറവായിരിക്കില്ലേ മോനെ? ഒരേ ഡയറക്ഷനിലാണെങ്കിൽ നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് കൂടുതലായിരിക്കും. സോ NF3 NH3 ഷോ ഡൈപോൾ മൊമെൻറ്റ്, ബട്ട് ഡൈപോൾ മൊമെൻറ്റ് ഓഫ് NF3 ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് NH3. എന്തുകൊണ്ടാണ്?
ബിക്കോസ് ദി dipole moment of NF bond and dipole moment of lone pair are in opposite direction. അപ്പോൾ എന്ത് ചെയ്യും? നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് വിൽ ബി ലെസ് ദാൻ ഡൈപോൾ മൊമെൻറ്റ് ഓഫ് NH3. അറേഞ്ച് ദി ബോണ്ട് പെയർ ഇലക്ട്രോൺസ് ആൻഡ് ലോൺ പെയർ ഇലക്ട്രോൺസ് ഇൻ ദി ഡിക്രീസിംഗ് ഓർഡർ ഓഫ് റിപ്പൾസീവ് ഇൻട്രാക്ഷൻ എമംഗ് ദം. അത് ഞാൻ നേരത്തെ പറഞ്ഞു. ലോൺ പെയർ റിപ്പൾഷൻ ആണ് ഏറ്റവും കൂടുതൽ, പിന്നെ ലോൺ പെയർ ആണ്, പിന്നെ ബോണ്ട് പെയർ ആണ്. എ മോളിക്യൂൾ ഓഫ് ടൈപ്പ് AB3E2, ഇവിടെ അടുത്ത് എഴുതണ്ടേ, AB3E2, ഓക്കെ, ഹാസ് 3 ബോണ്ട് പെയർ ആൻഡ് 2 ലോൺ പെയർ. 3 ബോണ്ട് പെയറും ഉണ്ട്, 2 ലോൺ പെയറും ഉണ്ട്. പ്രെഡിക്റ്റ് ദി മോസ്റ്റ് സ്റ്റേബിൾ അറേഞ്ച്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺ പെയർസ് ഇൻ ദിസ് മോളിക്യൂൾ. ഒന്നുമില്ലടാ, ഇവിടെ പറയുന്നുണ്ട് കറക്റ്റ് 3 ബോണ്ട് പെയർ ഉണ്ട്. ബോണ്ട് പെയറിൻ്റെ എണ്ണം 3 ആണ്, ലോൺ പെയറിൻ്റെ എണ്ണം എത്രയാണ്? 2 ആണ്. അപ്പോൾ ഇത് VSEPR തിയറിയിലെ നമ്മുടെ ടേബിളിൽ പഠിക്കാനുള്ള ആളാണ്. ബോണ്ട് പെയർ 3ഉം ലോൺ പെയർ 2ഉം ആണെങ്കിൽ ആ ഷേപ്പിൻ്റെ പേര് T ഷേപ്പ് എന്നായിരിക്കും. അപ്പോൾ ഏറ്റവും 5-0 ആണെങ്കിൽ ട്രൈഗണൽ ബൈപിരമിഡൽ, 1 പോയാൽ സീസോ, ഒന്നുകൂടെ പോയാൽ T ഷേപ്പ് എന്ന് ഞാൻ പട്ടുപാടി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ബോണ്ട് ഓർഡർ വാല്യൂ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഓഫ് ഹൗ ബോണ്ട് ഓർഡർ റിലേറ്റഡ് ടു ബോണ്ട് ലെങ്ത്. ബോണ്ട് ഓർഡറും ബോണ്ട് ലെങ്ത്തും തമ്മിലുള്ള ബന്ധം എന്താണ്? എന്തായിരിക്കും ബോണ്ട് ഓർഡർ? 2 ആറ്റങ്ങൾക്കിടയിലുള്ള ബോണ്ടിൻ്റെ സ്ട്രെങ്ത്. എത്ര ബോണ്ട് ഉണ്ട്? സിംഗിൾ ബോണ്ട് ആണെങ്കിൽ 1, ഡബിൾ ബോണ്ട് ആണെങ്കിൽ 2, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ 3. നല്ല സ്ട്രോങ് ബോണ്ടായിരിക്കും ബോണ്ട് ഓർഡർ കൂടുതലാണെന്ന് പറഞ്ഞാൽ. അപ്പോൾ ബോണ്ട് ഓർഡർ കൂടുതലാണെങ്കിൽ സ്വാഭാവികമായും അവർക്കിടയിലുള്ള അകലം കുറവായിരിക്കില്ലേ? അപ്പോൾ ബോണ്ട് ഓർഡറും ബോണ്ട് ലെങ്ത്തും തമ്മിൽ എന്താണ് റിലേഷൻ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആരാ? ഡ്രോ ലൂയിസ് റെപ്രസെൻറ്റേഷൻ ഓഫ് NF3. NF3യുടെ ലൂയിസ് റെപ്രസെൻറ്റേഷൻ വരയ്ക്കുക. ഞാൻ ബ്ലാങ്ക് സ്ലൈഡിൽ വരച്ചുതരാം. നൈട്രജനും 3 ഫ്ലൂറിനും ഇങ്ങനെ വരയ്ക്കുക. പറയൂ, നൈട്രജൻ്റെ വാലൻസ് ഇലക്ട്രോൺ 5. സോ 1, 2, 3, 4, 5. ഓരോ ഫ്ലൂറിനിലേക്കും ഓരോ ബോണ്ട് ഉണ്ടാക്കാനുള്ള ഇലക്ട്രോണെ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. ഫ്ലൂറിൻ്റെ വാലൻസ് ഇലക്ട്രോൺ എത്രയാടാ? 7 ആണ്. അപ്പോൾ 1, 2, 3, 4, 5, 6, 7. ഇവിടെയും 1, 2, 3, 4, 5, 6, 7. 1, 2, 3, 4, 5, 6, 7. അപ്പോൾ അവരുടെ വാലൻസ് ഇലക്ട്രോണൊക്കെ റെഡിയാണ്. ഇനി നൈട്രജൻ്റെ കഥ പറ. നൈട്രജൻ്റെ ഇലക്ട്രോണുകൾ 5 എണ്ണമാണ്. ഓരോ ഫ്ലൂറിനിൽ നിന്നും ഓരോന്നിനെ ഷെയർ ചെയ്താൽ അയാളുടെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആയി. ഫ്ലൂറിൻ്റെ ഇലക്ട്രോൺ 7 ആണ്. അപ്പോൾ ഒരു നൈട്രജനിൽ നിന്ന് 1 മാത്രം ഷെയർ ചെയ്താൽ ഫ്ലൂറിൻ്റെ ഒക്ടറ്റും കംപ്ലീറ്റ് ആയി. ഇങ്ങനെ വരയ്ക്കുന്നതിനെയാണ് നമ്മൾ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ എന്ന് പേര് വിളിക്കുക. ഡിഫൈൻ ഡൈപോൾ മൊമെൻറ്റ്. ഡൈപോൾ മൊമെൻറ്റിനെ ഡിഫൈൻ ചെയ്യുക. ഇക്വേഷൻ അറിഞ്ഞാൽ മതി. ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ. ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ, ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ. മോനെ, ഈ ഇക്വേഷൻ തന്നെയാണ് ഡെഫിനിഷൻ. അപ്പോൾ ഇക്വേഷൻ ചോദിച്ചാൽ ഇത് എഴുതുക, ഡെഫിനിഷൻ ചോദിച്ചാലും ഇത് തന്നെ എഴുതുക. പക്ഷേ എഴുതുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ആക്കിയിട്ട് എഴുതുക. ഡൈപോൾ മൊമെൻറ്റ് ഈസ് ദി പ്രൊഡക്റ്റ് ഓഫ് ചാർജ് ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എന്ന് സ്റ്റേറ്റ്മെൻറ്റ് ആക്കിയിട്ട് എഴുതുക. ഡൈപോൾ മൊമെൻറ്റ് ഓഫ് BF3 0 ആണ്. എന്തുകൊണ്ട്? ഡൈപോൾ മൊമെൻറ്റ് ഒരാളുടേത് 0 ആകുന്നുണ്ടെങ്കിൽ അയാളുടെ സ്ട്രക്ചർ നമ്മളൊന്ന് വരച്ച് നോക്കിയാൽ മനസ്സിലാവും. ബോറോണിൻ്റെ വാലൻസ് ഇലക്ട്രോൺ 3 എണ്ണമാണ്. അപ്പോൾ ആ 3 ബോണ്ടുകൾ ഓരോ ഫ്ലൂറിനിലേക്ക് ഇങ്ങനെ കൊടുത്താലാണ് ഇത് BF3 ആവുക. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കേ, ബോറോൺ ആണോ ഫ്ലൂറിൻ ആണോ മോർ ഇലക്ട്രോ നെഗറ്റീവ്? ഫ്ലൂറിൻ. സോ ഫ്ലൂറിൻ്റെ ഭാഗത്തേക്ക് ഇതിങ്ങനെ ഡൈപോൾ മൊമെൻറ്റുകൾ ഉണ്ടാവും. പക്ഷേ ഈ 3 ഡൈപോൾ മൊമെൻറ്റും ഈക്വലാണ്. അതിൻ്റെ നെറ്റ് നിങ്ങൾക്കറിയാലോ, 120 ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നെറ്റ് റിസൾട്ടൻറ്റ് എന്ന് പറയുന്നത് മ്യൂ. നെറ്റ് റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ എങ്ങനെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുക? ഒരു BF ബോണ്ടിൻ്റെ ഡൈപോൾ മൊമെൻറ്റിനെ മറ്റു BF ബോണ്ടുകളുടെ ഡൈപോൾ മൊമെൻറ്റിൻ്റെ റിസൾട്ടൻറ്റ് ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ ബാക്കിയുള്ള ഡൈപോൾ മൊമെൻറ്റുകൾ ഓരോരോ ഡൈപോൾ മൊമെൻറ്റിനെയും ക്യാൻസൽ ചെയ്യുന്നത് കൊണ്ടാണ് ഫൈനൽ ഡൈപോൾ മൊമെൻറ്റിൻ്റെ വാല്യൂ 0 ആയിരുന്നു. ബേസ്ഡ് ഓൺ ബോണ്ട് ഓർഡർ കമ്പയർ ദി റിലേറ്റീവ് സ്റ്റെബിലിറ്റി ഓഫ് O2 ആൻഡ് O2 2-. എടാ, നേരത്തെ പറഞ്ഞ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി ഞാൻ ഇനി കൂടുതൽ കഥ പറയുന്നില്ല. O2 എന്ന് പറഞ്ഞാൽ 16 ഇലക്ട്രോണാണ്. അപ്പോൾ O2വിൻ്റെ ബോണ്ട് ഓർഡർ നേരത്തെ നമ്മൾ കണ്ടെത്തിയിരുന്നു. ബോണ്ട് ഓർഡർ 2 ആണെന്ന് കണ്ടെത്തിയിരുന്നു. നിങ്ങളത് എഴുതണം കേട്ടോ. σ1 σ** 1s. O2 2- എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോണും കൂടി ഇവിടെ എക്സ്ട്രാ ഉണ്ട്. സോ 18 ഇലക്ട്രോൺസ് ആവും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ σ1s σ** 1s ഒന്നുകൂടെ എടുത്ത് എഴുതുമ്പോൾ നിങ്ങൾക്ക് ബോണ്ട് ഓർഡർ = 1 എന്നാണ് കിട്ടുക. ഒരാൾക്ക് ബോണ്ട് ഓർഡർ കൂടുതലാണെങ്കിൽ അയാൾക്ക് സ്റ്റെബിലിറ്റിയും കൂടുതലാണ്. അപ്പോൾ ഇതിൽ O2 ആണോ O2 2- ആണോ നല്ല സ്റ്റേബിൾ? O2 ആണ്. ആരെക്കാളും O2 2-നെക്കാളും. കാരണം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ O2 2-ൻ്റെ ബോണ്ട് ഓർഡർ
നിങ്ങൾക്ക് 1 എന്നാണ് കിട്ടുക. എക്സ്പ്ലെയിൻ sp3d ഹൈബ്രിഡൈസേഷൻ വിത്ത് എ സ്യൂട്ടബിൾ എക്സാമ്പിൾ. എക്സാമ്പിൾ നേരത്തെ നമ്മൾ പറഞ്ഞു, PCl5 ആണ് എക്സാമ്പിൾ പറഞ്ഞു. ഇനി അതവിടെ നിന്നോട്ടെ. sp3d ഹൈബ്രിഡൈസേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ഏത് ഹൈബ്രിഡൈസേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനും ഈ ട്രിക്ക് ഉപയോഗിക്കുക. ഇവിടെ എന്താണ് ഹൈബ്രിഡൈസേഷൻ? എടാ, ഹൈബ്രിഡ് ഓർബിറ്റൽസ് കൂടിച്ചേർന്ന് അറ്റോമിക് ഓർബിറ്റൽസ് കൂടിച്ചേർന്ന് ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ടാകുന്ന പരിപാടിയാണ് ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ അങ്ങനെ കിട്ടിയ ഹൈബ്രിഡൈസേഷനാണ് sp3d. അപ്പോൾ അവിടെ എത്ര ആൾക്കാർ കൂടിച്ചേർന്നിട്ടുണ്ട് എന്ന് കാണാൻ അവിടെയുള്ള ആൾക്കാരെ എണ്ണി നോക്കിയാൽ മതി. ഒരു എസ്സും 3 പിയും 1 ഡിയുമാണ് കൂടിച്ചേർന്നത്. അപ്പോൾ നമ്മൾ ഒരു എസ് വരയ്ക്കുക, എസ് സ്ഫെറിക്കലാണ്. 3 പി വരയ്ക്കുക, 1 2 3 ഡംബലാണ്, ശരിയല്ലേ പി. അത് കഴിഞ്ഞ് ഒരു ഡി വരയ്ക്കുക, ഡി എന്ന് പറഞ്ഞാൽ ഡബിൾ ഡംബലാണ്. അപ്പോൾ എസ് ആയി, 3 പി ആയി, 1 ഡി ആയി. ഈ 5 ആൾക്കാർ കൂടി ചേർന്നിട്ട് 5 ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ടാവും. ഹൈബ്രിഡ് ഓർബിറ്റലിൻ്റെ പ്രത്യേകത എന്താ? എല്ലാവർക്കും ഒരേ ഷേപ്പാണ്. ഒരു വലിയ ലിംബ്, ഒരു ചെറിയ ലിംബ്. 1 2 3 4 5. അപ്പോൾ 5 ഹൈബ്രിഡ് ഓർബിറ്റൽസ് കിട്ടും. ഈ ഹൈബ്രിഡ് ഓർബിറ്റലിൻ്റെ പേരാണ് sp3d. അപ്പോൾ ഒരു എസും 3 പിയും 5 ഡിയും കൂടി ചേർന്ന് ഒരേ ഷേപ്പുള്ള 5 sp3d ഹൈബ്രിഡ് ഓർബിറ്റലായി മാറുന്ന ഈ ഫോർമേഷൻ്റെ പേരാണ് sp3d ഹൈബ്രിഡൈസേഷൻ. ഡീറ്റെയിൽ ആയിട്ട് വിത്ത് എക്സാമ്പിൾ നമുക്കവിടെ കുറച്ച് മുളകും മഞ്ഞളൊക്കെ തേച്ചിട്ട് പറഞ്ഞു പിടിപ്പിക്കാൻ പറ്റും. ജോമെട്രി ഓഫ് SF6 മോളിക്യൂൾ ഈസ്. SF6നെ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പഠിച്ചാൽ അതിലെ സറൗണ്ടിങ് ആറ്റത്തിൻ്റെ എണ്ണം 6 ആണ്. ലോൺ പെയറിൻ്റെ എണ്ണം 0 ആണ്. കാരണം സൾഫറിൻ്റെ വാലൻസ് ഇലക്ട്രോൺ എത്രയാണ്? 6. ആ 6 ഇവിടെ ബോണ്ടിങ്ങിൽ പങ്കെടുത്തു. സോ ദർ ഇസ് നോ അൺപെയ്ഡ് ഇലക്ട്രോൺ. അൺപെയ്ഡ് ഇലക്ട്രോൺ എന്നല്ല, ദർ ഇസ് നോ ലോൺ പെയർ ഇലക്ട്രോൺ. അപ്പോൾ 6ഉം 0യും വന്നാൽ ഏതാണ് ഷേപ്പ്? ഒക്ടാഹീഡ്രൽ. നമ്മുടെ VSCPR തിയറിയിൽ ഡയറക്റ്റ് പഠിക്കാനുള്ള സാധനമാണ്. ഡിഫൈൻ ദി ടേം ഓഫ് ഹൈബ്രിഡൈസേഷൻ. തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ ഞാനത് പറഞ്ഞു. പ്രോസസ് ഓഫ് മിക്സിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽ ടു ഗീവ് സെയിം നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽ ഹാവിങ് സെയിം ഷേപ്പ് ആൻഡ് സെയിം എനർജി. നേരത്തെ തൊട്ട് മുമ്പ് ഞാൻ പഠിപ്പിച്ചില്ലേ? അറ്റോമിക് ഓർബിറ്റലുകൾ കൂടിച്ചേർന്ന് ഹൈബ്രിഡ് ഓർബിറ്റലായി മാറുന്ന പരിപാടിയുടെ പേരാണ് ഹൈബ്രിഡൈസേഷൻ. ഇനി ഇതാ sp3 ഹൈബ്രിഡൈസേഷൻ. മീഥേനുള്ള sp3 ഹൈബ്രിഡൈസേഷൻ എങ്ങനെയാണ്? sp3d എങ്ങനെയാണ്? ഒരു ഡി ആണ് കുറച്ച് കൊടുത്താൽ മതി. കൂടുതൽ കഥയും വർത്താനൊന്നും അവിടെ പറയാനില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇനി മീഥൈനിനെ എക്സാമ്പിളായിട്ട് എടുക്കുമ്പോൾ അവിടുത്തെ കാർബണിനെ സ്പെസിഫിക് ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇങ്ങനെ കാർബണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ദാ 1s2 2s2 2p2 എന്നല്ലടാ വരിക. 1s2 2s2 2p2. അപ്പോൾ നോക്കിക്കേ, ഈ 2s ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് ചാടും. അതാണ് കാർബണിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റ്. അങ്ങനെയാണ് കാർബൺ ബോണ്ട് ഉണ്ടാക്കുക. സോ ഇവിടെ 2s1 2p3 എന്നാവും. 1s ഇവിടെ ബോണ്ടിങ്ങിലൊന്നും പങ്കെടുക്കാത്തത് കൊണ്ട് ഞാൻ പരിഗണിക്കുന്നില്ല. അപ്പോൾ 2s ഒരു 1 ഉണ്ടാവും. അപ്പോൾ ഒരു ഇലക്ട്രോൺ 2s. 2pയിൽ 3 ഇലക്ട്രോൺ, 1 2 3. ഈ ഓർബിറ്റൽസ് കൂടിച്ചേർന്നാണ് എന്തുണ്ടാവുന്നത്? sp3. കാരണം ഇവിടെ ഒരു എസും 3 പിയും ആണല്ലോ കൂടിച്ചേരണേ. അപ്പോൾ അൺപെയ്ഡ് ഇലക്ട്രോൺ വെച്ചല്ലേ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ അൺപെയ്ഡ് ഇലക്ട്രോൺ ഉള്ള ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ ഒരു എസും 3 പിയും അവർ മിക്സ് ചെയ്തിട്ടാണ് sp3 എന്ന ഹൈബ്രിഡൈസേഷൻ ഉണ്ടാവുന്നത്. ബാക്കി നേരത്തെ പറഞ്ഞ പോലെ മിക്സിംഗ് ഓഫ് 1s ആൻഡ് 3p ഓർബിറ്റൽസ് ടു ഗീവ് ഈക്വൽ നമ്പർ ഓഫ് 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ്. ഡൈപോൾ മൊമെന്റ് ഓഫ് BF3 0 ആണ്, പക്ഷേ NF3 0 അല്ല. എന്തുകൊണ്ട്? നേരത്തെ നമ്മൾ പറഞ്ഞു. BF3 0 ആയത് എന്തുകൊണ്ടെന്ന് മാത്രമേ സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞു. NF3 0 അല്ലാത്തത് എന്ത് എന്നുള്ളത് നമ്മൾ വേറൊരു രൂപത്തിൽ പറഞ്ഞു. NF3യിൽ ഡൈപോൾ മൊമെന്റ് കുറവാണെന്നാണ് നമ്മൾ പറഞ്ഞത്, 0 ആണെന്നല്ല. ഇവിടെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല. NF ബോണ്ടിനെ ഒപ്പോസ് ചെയ്യാൻ ഇവിടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആവില്ലല്ലോ. സോ ഡൈപോൾ മൊമെന്റ് കുറവായിരിക്കും, പക്ഷെ 0 ആയിരിക്കില്ല. കാരണം ഇവിടെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് വരുന്നില്ല. BF3യിൽ 0 ആണെങ്കിൽ എന്താ? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് വരുന്നുണ്ട്. ഇനി ഒരാളെ കുറിച്ച് പറഞ്ഞിട്ട് അയാളെ ഷേപ്പൊന്നും എനിക്ക് അറിയുന്നില്ല എന്ന് വിചാരിച്ചു. ഏതോ ഒരുത്തൻ സുലൈമാൻ്റെ നെറ്റ് ഡൈപോൾ മൊമെന്റ് 0 ആണെന്ന് ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ സുലൈമാൻ്റെ ഡൈപോൾ മൊമെന്റ് ഇപ്പം എങ്ങനെ 0 ആയതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കണ്ട. 0 ആകുന്ന എല്ലാവരിലും ഈ ഡയലോഗ് കോമൺ ആയിട്ട് പറ. ദി ടോട്ടൽ റിസൾട്ടൻറ്റ് ഡൈപോൾ മൊമെന്റ് ഓഫ് സുലൈമാൻ ഈസ് 0 ബിക്കോസ് ദർ ഇസ് ദ ഓൾ ഡൈപോൾ മൊമെന്റ്സ് ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. സുലൈമാൻ്റെ എല്ലാ ഡൈപോൾ മൊമെൻറ്റും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അദ്രാമാൻ്റെ ഈക്വൽ അല്ല, അതുകൊണ്ടായിരിക്കും അവൻ്റെത് 0 അല്ലാത്തത്. അപ്പോൾ അത് ക്വസ്റ്റ്യനിൽ ഉണ്ടാവില്ലേ? പിന്നെ നമ്മളതിനെക്കുറിച്ച് ടെൻഷൻ ആവണ്ടല്ലോ. 0 ആണെങ്കിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്, ഈ 0 അല്ലെങ്കിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് അല്ല എന്നങ്ങോട്ട് കീച്ച് ചെയ്യാൻ മതി.
മോനെ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് കറക്റ്റ്ലി റെപ്രസെന്റ് ദി ഫോർമേഷൻ ഓഫ് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ഫ്രം ദി അറ്റോമിക് ഓർബിറ്റൽ ഹാവിംഗ് വേവ് ഫംഗ്ഷൻ സൈ എ ആൻഡ് സൈ ബി. എടാ സൈ എ സൈ ബി കൂടുതൽ കഥയും വർത്താനൊന്നുമില്ല. സൈ എയും സൈ ബിയും പ്ലസ് ചെയ്യുമ്പോഴാണ് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ടാവുക. സൈ എയിൽ നിന്ന് സൈ ബി മൈനസ് ചെയ്യുമ്പോഴാണ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ടാവുക. ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ചർച്ചയും വേണ്ട, അത് മാത്രമേ അതിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ എങ്ങനെ ഉണ്ടാക്കുക? സൈ എ പ്ലസ് സൈ ബി. ഓക്കെ അല്ലേ? സെഡ് ആക്സിസ് ഈസ് ദി ഇന്റർന്യൂക്ലിയർ ആക്സിസ്. നെയിം ദി ടൈപ്പ് ഓഫ് കോവാലന്റ് ബോണ്ട് ഫോംഡ് ബൈ ദി ഓവർലാപ്പിംഗ് ഓഫ് ടു പി വൈ ഓർബിറ്റൽ. എടാ മോനെ ഇതാണ് സെഡ് ആക്സിസ് എന്നെടുക്കുക. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ പി ഓർബിറ്റൽസ് ഞാൻ വരയ്ക്കുമ്പോൾ ഈ സെഡ് ആക്സിസിന് നേരെയുള്ള പി ഏതാ? പി സെഡ്. അപ്പോൾ ഇതിൻ്റെ വൈ ആക്സിസ് ഇങ്ങോട്ടല്ലേ ഉണ്ടാവുക? സെഡ് ആക്സിസോ എക്സ് ആക്സിസ് എങ്ങോട്ടാണ് ഉണ്ടാവുക? എക്സ്. എക്സ് ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിട്ട് ഔട്ട് ഓഫ് ദി പ്ലെയിൻ ഇൻ ടു ദി പ്ലെയിൻ ആയിട്ടും ഉണ്ടാവും. തൽക്കാലം ഇത് പി വൈ ആയിട്ട് എടുക്കുക. എക്സ് ഞാൻ വരയ്ക്കുന്നില്ല. വേറൊരു ആറ്റം ഇവിടെ ഉണ്ട് കുഞ്ഞേ. ആ വേറൊരു ആറ്റം ഇതാ. ആ വേറെ ആറ്റത്തിൻ്റെ പി ഓർബിറ്റൽ ഇതാ പി സെഡ്. എന്തുകൊണ്ടാണ് ഇതിനെ പി സെഡ് എന്ന് കാണിച്ചേ? ഇതാണ് എക്സ് ആക്സിസ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നത് കൊണ്ട്. അതെന്താ തന്ത നിങ്ങൾ അങ്ങനെ അസ്യൂം ചെയ്തത്? എടാ ക്വസ്റ്റ്യനിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് നീ എന്തിനാ ചീത്ത പറയണേ? ഇത് പി സെഡ്. അപ്പോൾ ഇങ്ങോട്ടുള്ളതോ ഇത് പി വൈ അല്ലെങ്കിൽ പി സെഡ് എക്സ്. കുഞ്ഞെ ഇവരിങ്ങനെ ഓവർലാപ്പ് ചെയ്യുമ്പോൾ പി സെഡും തമ്മിൽ ഹെഡ് ഓൺ ഓവർലാപ്പിംഗ് അല്ലേ നടക്കുക? നേരെ ഇങ്ങനെ വന്നിട്ട് ഓവർലാപ്പിംഗ് നടക്കും. സോ ഹെഡ് ഓൺ ഓവർലാപ്പിംഗ് നടക്കുന്നിടത്ത് സിഗ്മ ബോണ്ട് ഉണ്ടാകും. പി വൈയും തമ്മിൽ ഇങ്ങനെയല്ലേടാ ബോണ്ട് ഉണ്ടാക്കുക? അത് ദാറ്റ് ഈസ് കോൾഡ് സൈഡ് വൈസ് ഓവർലാപ്പിംഗ് ഓർ ലാറ്ററൽ ഓവർലാപ്പിംഗ്, പാരലൽ ഓവർലാപ്പിംഗ്. സച്ച് ടൈപ്പ് ഓഫ് ഓവർലാപ്പിംഗ് റിസൾട്ടിങ് ഇൻ പൈ ബോണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ടൈപ്പ് ബോണ്ടാണ് ഉണ്ടാവുക? പൈ ബോണ്ടാണ് ഉണ്ടാവുക. സെഡ് ആക്സിസ് ആണ് ഇന്റർന്യൂക്ലിയർ ആക്സിസ് എങ്കിൽ പി സെഡും സിഗ്മ ബോണ്ട് ഉണ്ടാവും. പി എക്സും പൈ ബോണ്ട് ഉണ്ടാവും. പി വൈയും പൈ ബോണ്ട് ഉണ്ടാവും. അപ്പോൾ ഏതാണോ ഇന്റർന്യൂക്ലിയർ ആക്സിസ് അതിലുള്ള ആൾക്കാർ മാത്രമേ സെഡ് എന്തുണ്ടാക്കുള്ളൂ? സിഗ്മ ബോണ്ട് ഉണ്ടാക്കുകയുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എനി ടു ലിമിറ്റേഷൻസ് ഓഫ് ഒക്ടറ്റ് റൂൾ. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ബൺ മസ്ക ടൈപ്പാണ്. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. മസ്റ്റ് ട്രൈ ആണ്. എടാ 2-3 ലിമിറ്റേഷൻ ഓഫ് ഒക്ടറ്റ് റൂൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഒന്ന് ഇലക്ട്രോൺ ഡെഫിഷ്യൻ സ്പീഷീസ്. എടാ ഇത് അറിയണോല് സ്കിപ്പ് ചെയ്തേ. അറിയണോല് അടുത്തേക്ക് പോ. ഇലക്ട്രോൺ ഡെഫിഷ്യൻ സ്പീഷീസ്. സെൻട്രൽ ആറ്റത്തിൻ്റെ ഇലക്ട്രോണുകളുടെ എണ്ണം 8 കുറവുള്ളവൻ. BF3 ഉണ്ട്, AlCl3 ഉണ്ട്, പിന്നെ SnCl2 ഉണ്ട്, FeCl3 ഉണ്ട്, എക്സെട്ര ഉണ്ട്. 2 ഒക്ടറ്റ് റൂൾ പ്രകാരം 8 ഇലക്ട്രോൺ ആണ് ഒരു ആറ്റത്തിന് ചുറ്റും വേണ്ടത്. അതിനേക്കാൾ കൂടുതലുള്ളവൻ ഹൈപ്പർ ഒക്ടറ്റിവിറ്റി ആണെങ്കിൽ മോനെ SF6 PCl5 H2SO4 ഇവരൊക്കെ അതിന് എക്സാമ്പിളാണ്. ഇവരിലൊക്കെ 8 കൂടുതൽ ഇലക്ട്രോണുകളുണ്ട്. മൂന്നാമതായി പഠിച്ചു വെക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരാളാണ് ഓഡ് ഇലക്ട്രോൺ സ്പീഷീസ്. 2 എക്സാമ്പിൾ NO ആൻഡ് NO2. ഇതാണ് 2 ചോദിച്ചാലും 3 കൊടുത്തേക്ക്. ഇതിലേതെങ്കിലും ഒന്നിന് സ്പെസിഫിക് ആയിട്ട് 2 മാർക്കിനും ചോദിക്കാറുണ്ട്. റെപ്രസെന്റ് ദി ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ ഓഫ് ഓസോൺ മോളിക്യൂൾ അസൈൻ ദി ഫോർമൽ ചാർജ് ഓൺ ഈച്ച് ആറ്റം. എടാ ഓക്സിജൻ്റെ ലൂയിസ് സ്ട്രക്ചർ ഇങ്ങനെയാണ് വരയ്ക്കുക. ഓസോണിൻ്റെ 3 ഓക്സിജൻ വരയ്ക്കുക. ഒരിടത്ത് ഡബിൾ ബോണ്ട്, ഒരിടത്ത് സിംഗിൾ ബോണ്ട് വരയ്ക്കുക. ഇതറിയാത്തവർ ശ്രദ്ധിച്ചോട്ടാ. കുഞ്ഞെ ഒരു എളുപ്പവഴി ഞാൻ ഇതിൽ പറയുന്നുണ്ട്. ഇനി ഇതിന് ചുറ്റുള്ള ലോൺ പെയറൊക്കെ വരയ്ക്കണം. ഈ ഓക്സിജന് ചുറ്റും ഇപ്പോൾ എത്ര വരണ്ടടാ? 2 വര. അതെന്ന് പറഞ്ഞാൽ 4 ഇലക്ട്രോൺ അല്ലേ? അതായത് 2 വര പറഞ്ഞാൽ 4 ഇലക്ട്രോൺ ആണല്ലോ. 8 ആവാൻ ഇനി എത്ര എണ്ണം വേണം? 4 കൂടി വേണം. അപ്പോൾ ആ 4 ഞാനിവിടെ വരച്ചു. ഈ ഓക്സിജന് ചുറ്റും ഇപ്പോൾ 1 വരല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ. 8 ആവാൻ ഇനി 6 വേണം. 1 2 3 4 5 6. ഈ ഓക്സിജന് ചുറ്റും 1 2 3 വര എന്ന് പറഞ്ഞാൽ 6 ഇലക്ട്രോൺ. ബാക്കി 8 ആവാൻ 2 കൂടി മതി. ഈ ഓക്സിജന് 1, ഈ ഓക്സിജന് 2, ഈ ഓക്സിജന് 3 എന്ന് ഞാൻ റെപ്രസെൻ്റ് ചെയ്യുകയാണ്. 1 2 3 ഓക്സിജനുകളുടെ ഫോർമൽ ചാർജ് കാണാൻ പോവുകയാണേ. എടാ ഫോർമൽ ചാർജ് കാണാനായിട്ട് ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. ഫോർമൽ ചാർജിൻ്റെ ഇക്വേഷൻ നിങ്ങൾ ആദ്യം ഇവിടെ നിന്ന് എഴുതി വെക്കണം. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ വാലൻസ്, നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ, അങ്ങനെ ആക്കിക്കോ. നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് മൈനസ് നമ്പർ ഓഫ് ലോൺ പെയർ ഇലക്ട്രോൺസ് മൈനസ് നമ്പർ ഓഫ് ബോണ്ട് പെയർ ഇലക്ട്രോൺസ് ബൈ 2. ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ വെച്ചല്ല നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണേ. പക്ഷേ ആ ഇക്വേഷൻ അവിടെ എഴുതി വെച്ചാലാണ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുക.
അപ്പോൾ അതിനുവേണ്ടി ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കുക. നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ മൈനസ് നമ്പർ ഓഫ് ലോൺ പെയർ ഇലക്ട്രോൺ മൈനസ് നമ്പർ ഓഫ് ബോണ്ട് പെയർ ഇലക്ട്രോൺ. ഇനി നമ്മളെങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാറിയോ? വാലൻസ് ഇലക്ട്രോൺ മൈനസ് കുത്തിൻ്റെ എണ്ണം മൈനസ് വരയുടെ എണ്ണം. എന്താ പറഞ്ഞേ? ഇപ്പോൾ ഈ ഒന്നാമത്തെ ആളാരാ? ഓക്സിജൻ. ഓക്സിജൻ്റെ വാലൻസ് ഇലക്ട്രോൺ എത്ര? 6. മൈനസ് അതിന് ചുറ്റുള്ള കുത്തിൻ്റെ എണ്ണം എത്ര? 4. മൈനസ് അതിന് ചുറ്റുള്ള വരയുടെ എണ്ണം. ഈ ഒന്നാമത്തെ ഓക്സിജനുമായി ബന്ധപ്പെട്ട് 2 വരയല്ലേ ഉള്ളൂ? 2. 6 - 4 - 2 0. ഇതേ സാധനം തന്നെയാണത്. പക്ഷെ അത് ആലോചിച്ച് ബുദ്ധിമുട്ടാവാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെയാണ് പഠിപ്പിക്കാറ്. വാലൻസ് ഇലക്ട്രോൺസ് മൈനസ് വരയുടെ എണ്ണം മൈനസ് കുത്തിൻ്റെ എണ്ണം. എങ്ങനെ വേണമല്ലോ, ഓർഡറൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇതാ ഈ രണ്ടാമത്തെ ഓക്സിജൻ നോക്കിയേ, ഇവിടെയും ഓക്സിജൻ തന്നെയാണ്. സോ വാലൻസ് ഇലക്ട്രോൺ 6 മൈനസ് കുത്തിൻ്റെ എണ്ണം 2 മൈനസ് വരയുടെ എണ്ണം 1 2 3. അപ്പോൾ 6 2 പോയാൽ 4, 4 3 പോയാൽ ബാക്കി 1 അഥവാ +1. ചാർജ് അല്ലേ നമ്മൾ കാണുന്നത്, പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് പറയണം. ഓക്സിജൻ തന്നെയാണ്. സോ വാലൻസ് ഇലക്ട്രോൺ 6 മൈനസ് കുത്തിൻ്റെ എണ്ണം 6 മൈനസ് വരയുടെ എണ്ണം 1. 6 6 പോയാൽ 0 1 പോയാൽ -1. ഇങ്ങനെ എല്ലാവരുടെയും എല്ലാ ആറ്റത്തിൻ്റെയും ഫോർമൽ ചാർജ് കണ്ടെത്തി. അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ. എമംഗ് NaCl BeCl to LCl3 വിച്ച് വൺ ഈസ് മോർ കോവാലൻറ്റ്? ഫജാൻസ് റൂൾ. എടാ ഫജാൻസ് റൂൾ പ്രകാരം നിങ്ങൾ നോക്കടാ, ഇവിടെ ക്ലോറിൻ ഇവിടെ ക്ലോറിൻ ഇവിടെ ക്ലോറിൻ, ആനയോണ് സെയിമാ, കാറ്റിയോണ് മാത്രം നോക്കിയാൽ മതി. ഫജാൻസ് റൂൾ പ്രകാരം ആദ്യം നോക്കേണ്ട റൂൾ ഇതാണ്: കോവാലൻ ക്യാരക്ടർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചാർജ്. ആ ചാർജ് സെയിം ആണെങ്കിൽ കോവാലൻ ക്യാരക്ടർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സൈസ് ഓഫ് കാറ്റയോൺ. അപ്പോൾ ചാർജ് സെയിം ആണെങ്കിലാണ് നിങ്ങൾ ഇങ്ങോട്ട് പോവേണ്ടത്. ഇവിടെ ചാർജേ സെയിം അല്ല, അപ്പോൾ പിന്നെ ഇവിടെ വെച്ച് പ്രശ്നം തീരും. ഇവിടുത്തെ ചാർജ് എത്രയാടാ? 1 ക്ലോറിൻ മാത്രമല്ലേ ഉള്ളൂ. സോ ദിസ് ഈസ് +1. 2 ക്ലോറിൻ, ദിസ് ഈസ് +2. ഇവിടെ 3 ക്ലോറിൻ, ദിസ് ഈസ് +3. ചാർജ് എവിടെയാടാ കൂടുതൽ? AlCl3. സോ കോവാലൻ ക്യാരക്ടറിൻ്റെ ഓർഡർ ചോദിച്ചാൽ AlCl3 ആണ് ഏറ്റവും കൂടുതൽ കോവാലൻ, ദെൻ BeCl2, ദെൻ NaCl. ക്ലിയർ ആയില്ല കുഞ്ഞ്? ഇപ്പോൾ ഫജാൻസ് റൂള് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വീഡിയോ ഞാൻ തരുന്നുണ്ട്, ആവശ്യമുള്ളവർ കണ്ടോ. എക്സ്പാൻഡഡ് ഒക്റ്ററ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ഹൈപ്പർ ഒക്റ്ററ്റിവിറ്റി ഓർ സൂപ്പർ ഒക്റ്ററ്റിവിറ്റിക്ക് എക്സാമ്പിൾ ആരാ? H2SO4 SF6 PCl5. ലൂയിസ് ഡോട്ട് സിമ്പിൾ ഓഫ് ക്ലോറിൻ ആൻഡ് NF3. NF3 നമ്മൾ ഓൾറെഡി വരച്ചതാണ് അല്ലേ, അത് നമ്മൾ നേരത്തെ വരച്ചു. ഇനി ക്ലോറിൻ വരച്ചുതരാം. എടാ 2 ക്ലോറിൻ ആണ് ഉള്ളത്. ക്ലോറിൻ്റെ വാലൻസ് ഇലക്ട്രോൺ 7. അപ്പോൾ ഇനി അത് 8 ആവാൻ ഒന്നുകൂടെ കിട്ടണം. അത് എവിടെ നിന്ന് കൊടുക്കും? മറ്റേ ആൾ കൊടുക്കും. സോ ഈ ക്ലോറിൻ്റെ 7 1 ഇവിടെ വരയ്ക്കുക, ബാക്കി 1 2 3 4 5 6 ഇങ്ങനെ വരയ്ക്കുക. ഈ ക്ലോറിൻ്റെ 7 1 ഇവിടെ വരയ്ക്കുക, 1 2 3 4 5 6 ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് ഈ ക്ലോറിൻ ഇയാളുടെ ഒന്നിനെയും കൂട്ടി ഷെയർ ചെയ്യും, ഈ ക്ലോറിൻ ഇയാളുടെ ഒന്നും കൂട്ടി ഷെയർ ചെയ്യും. കഴിഞ്ഞു. അപ്പോൾ ഇവിടെ Cl2 എന്ന് പറയുന്ന മോളിക്യൂളിൻ്റെ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ കിട്ടി. നെക്സ്റ്റ് ഈ കാണുന്ന മോളിക്യൂളുകളുടെ സ്ട്രക്ചറും ബോണ്ട് ആംഗിളൊക്കെ ഒന്ന് പറയണം. BF3 നമുക്ക് VSEPR തിയറി പ്രകാരം 30 ആണ് അവരുടെ വാലൻസ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്ന് മനസ്സിലാക്കാം. സോ അവരുടെ സ്ട്രക്ചർ വരിക ട്രയഗണൽ പ്ലനാർ ആണ്. ട്രയഗണൽ പ്ലനാർ വന്നാൽ ബോണ്ട് ആംഗിൾ 120. ട്രയഗണൽ പ്ലനാർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ ഉണ്ടാവുക. സോ ഈ ഒരു ആംഗിൾ എത്ര ഉണ്ടാവുക? 120. BeCl2 ലീനിയർ ആണെന്ന് ഇവിടെ പറയുന്നുണ്ട്. സോ BE ഇവിടെ ഒരു Cl ഇവിടെ ഒരു Cl, ആംഗിൾ എത്ര ഉണ്ടാവുക? ദിസ് ആംഗിൾ, ദാറ്റ് വിൽ ബി 180. ഇതാ ഈ ഒരു സ്ട്രക്ചർ. ഹൈബ്രിഡൈസേഷനും ഷേപ്പും CH4ൻ്റെത് അവർ ഔദാര്യമായിട്ട് തന്നിട്ടുണ്ട്. BF3 2-3 തവണയായി ഇപ്പോൾ 30 എന്നാണ് കോമ്പിനേഷൻ. അപ്പോൾ ഇവിടെ ടോട്ടൽ 3 ഓർബിറ്റൽസ് ആണുള്ളത്. സോ ഹൈബ്രിഡൈസേഷൻ 3 നിൽക്കണം. sp2 ഒരു എസും 2 പിയും, ടോട്ടൽ 3. സ്ട്രക്ചർ നമ്മളിപ്പോൾ പറഞ്ഞല്ലേടാ, ട്രയഗണൽ പ്ലനാർ. SF6 നേരത്തെ ഞാൻ പറഞ്ഞതാണ്, 60 എന്നാണ് വരിക. ഹൈബ്രിഡൈസേഷൻ sp3 d2 VSEPR തിയറി അറിയുന്നവർക്ക് പച്ചവെള്ളം കുടിക്കുന്ന ലാഘവേ ഉണ്ടാവുള്ളൂ. ഷേപ്പ് ഒക്ടാഹെഡ്ര. പൊന്നുമോനെ, അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്കിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നിർബന്ധമായിട്ടും അറിയാത്ത ടോപ്പിക്കിൻ്റെ വീഡിയോ കാണാനുള്ള മനസ്സ് കാണിക്കും. എവിടെയെങ്കിലും പോയി ലൈവിൽ കുത്തിയിരുന്നാലൊന്നും മാർക്ക് കിട്ടില്ല. വൃത്തിയായിട്ട് പഠിക്കാനുള്ള മനസ്സ് കാണിക്ക്. നെക്സ്റ്റ് കാണാം. താങ്ക് യു.